السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. خلق السماوات والأرض يكبر بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لعجل مسمى ألا هو العزيز الغفار. സമാധാനരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസുലഭ സുന്ദരമായ മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമക്ഷം സമാധാനത്തിൻ്റെ ഉദ്ദേശം ഇസ്ലാമും ശാസ്ത്രവും എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കി സ്വല്പം കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ്. അതിനെ തുടച്ച പ്രപഞ്ച പരിപാലകനായ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീനും വഹാൽ വഫീ കുല്ലി മഖാം. പ്രിയമുള്ളവരെ, മാനുഷിക ബുദ്ധിക്കപ്പുറം നിർമ്മിത ബുദ്ധികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് പഞ്ചനൂറ്റാണ്ടിന്റെ ശ്രേണിയിൽ നിന്നും കരകരയിൽ നിന്ന് പുത്തൻവാദികളും ഉദിച്ചേർന്നു വരുമ്പോൾ ശാസ്ത്രം ഇസ്ലാമിന് വഴിത്താലെ വരികയാണ്. ഇവിടെയാണ് ശാസ്ത്രവും ഇസ്ലാമും എന്ന വിഷയത്തിന് പ്രസക്തിയേറുന്നത്. ശാസ്ത്രം അജീയമാണെന്നും യുക്തിക്ക് പ്രാധാന്യം നൽകാത്ത മതം അപ്രസക്തമാണെന്നുള്ള വാദം നടക്കാറുണ്ട് ലോകത്ത്. ശാസ്ത്രം മതവിരുദ്ധമാണെന്നും ഇസ്ലാം 100% ശാസ്ത്രബന്ധിതമാണെന്നുള്ള 2 തരം പ്രതികരണങ്ങളുമുണ്ട്. എന്നാൽ ഇസ്ലാം ഒരിക്കലും ശാസ്ത്രത്തിനെതിരല്ല, മറിച്ച് ശാസ്ത്രം ഇസ്ലാമിനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ്, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെടാൻ കാരണം എന്തായിരുന്നു? അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാരായ മഹാനായ അബ്ദുല്ലാഹ് മുഹമ്മദ് മൂസ അൽ ഖബാരിസ്മിയും ഇബ്നു അൽ ഹൈതമിനെ പോലുള്ളവരൊക്കെ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഒപ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്റെ മഹത്തായ സംഭാവനകൾ നൽകിയത് കൊണ്ടായിരുന്നു. ഇത് ശാസ്ത്രത്തിന്റെ വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു. മാത്രവുമല്ല, പിന്നീട് ശാസ്ത്രം കണ്ടെത്തുന്ന ഏതിനും എന്തിനും ഇസ്ലാമിന്റെ കയ്യൊപ്പ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുണ്ടായിരുന്നു. ഇത് ശാസ്ത്രലോകത്തിലോ ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന മറ്റു സാമുദായിക നായകന്മാർക്കോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് വസ്തുത. ശാസ്ത്രത്തിന് ഇന്ന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പട്ടിയെ തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കണമെന്നും അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്നും ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിനെ മൃഗവിരുദ്ധമായി ചിത്രീകരിച്ച അഭിനവകാലത്ത് പട്ടിയെ കുറിച്ചുള്ള ഇസ്ലാമിക പഠനത്തിന് ശാസ്ത്രത്തിന്റെ കോപ്പിറൈറ്റ് ശരിവീഴുമ്പോൾ ശാസ്ത്രം ഇസ്ലാമിന്റെ വഴിത്താലെ വരികയാണ്. ചരിത്രത്തിന്റെ ഈ ഒരു ഉദാഹരണം മാത്രമല്ല, 100 കണക്കിന് മറ്റു ഉദാഹരണങ്ങളുമുണ്ട് പറയാൻ. സൂര്യനും ചന്ദ്രനും ഭൂമിയെ ചുറ്റുന്നുണ്ടെന്ന ഇസ്ലാമിക പ്രഖ്യാപനത്തെ ശാസ്ത്രം പുച്ഛിച്ചു കളയുകയും അതിനെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനിക പ്രഖ്യാപനത്തെ ശരിവെച്ചുകൊണ്ട് ശാസ്ത്രം ഇസ്ലാമിന് പിറകെ വീണ്ടും വന്നു. ശാസ്ത്രത്തിന്റെ വഴിക്ക് വന്ന മറ്റൊരു ഉദാഹരണം നോക്കൂ. ശാസ്ത്രം പറയുന്നു ഭൂമി ഗോളാകൃതിയിലാണെന്ന്. എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖലഖസ് സമാവാതി വൽ അർദി ബിൽ ഹഖ് യുകബ്ബിറു അൽ-ലൈല അലൻ നഹാർ വയുകബ്ബിറു അൻ-നഹാറ അലൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലി മുസമ്മാ അലാ ഹുവൽ അസീസുൽ ഗഫാർ. രാത്രിയിൽ അവൻ പകലിന്മേൽ ചുറ്റുന്നു, പകലിൽ അവൻ രാത്രിമേൽ ചുറ്റുന്നു. ഇവിടെ യുകബ്ബിറു ചുറ്റുന്നു എന്ന പദം ഭൂമിയുടെ ഗോളാകൃതിയെ സൂചിപ്പിക്കുന്നതായി കാണാം. പ്രിയമുള്ളവരെ, കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി പ്രകൃതി ദുരന്തങ്ങളെ മാടി വിളിക്കുന്നവരോട് ഇസ്ലാമിക പ്രഖ്യാപനത്തെ നോക്കൂ. പർവ്വതങ്ങളെ ഭൂമിയുടെ ആണികളായി വച്ചിരിക്കുന്നു. മനുഷ്യൻ പിറക്കുന്നത് ഒരു ബീജത്തിൽ നിന്നാണെന്ന് ശാസ്ത്രം പറയുമ്പോൾ ശാസ്ത്രം പിറക്കുന്നതിന് മുമ്പേ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നു, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അതിൽ ഇസ്ലാമിന്റെ കയ്യൊപ്പ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഖുർആൻ പകർന്നു തന്ന അറിവിന്റെയും അന്വേഷണ ത്വരയുടെയും ചുവട് പിടിച്ച് പൂർവിക തലമുറ കൈവരിച്ച ശാസ്ത്ര നേട്ടങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇതിലൂടെ ശാസ്ത്രീയ രംഗത്ത് മതത്തിന്റെ സജീവത കൂടി നമുക്ക് ഉറപ്പിക്കാനാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.